ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാൻ എണ്ണീറ്റ് നമ്മുടെ ക്രിബൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ക്രിബാട്ടോ അത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം അതിൻ്റെ ആ ഒരു ലൈറ്റ് ഇങ്ങോട്ടങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കേട്ടോ അമ്മ എന്നോട് പറഞ്ഞു തരാം. ഞാൻ പിന്നെ അതങ്ങനെ ചെയ്തില്ല. പിന്നെ അമ്മയുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് വന്ന ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ. ഓർഡേഴ്സ് എന്ന് പറയുമ്പം അത്യാവശ്യം വരുന്നുണ്ട്. മീൻസ് നമ്മളങ്ങനെ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇടുന്ന അനുസരിച്ച് നമുക്കങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ആ രണ്ട് ഓർഡേഴ്സ് തന്നെ ഞാനിങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ അയക്കും, ചിലപ്പം പെട്ടെന്ന് അയക്കും. നമ്മുടെ ആ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. ഇപ്പം ഇപ്രാവശ്യം എനിക്കിങ്ങനെ എക്സിബിഷൻസിനൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീട്ടിലെ ഓൺലൈൻ എക്സിബിഷൻ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കുറേ അധികം ഐറ്റംസ് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അത് സെയിലായി പോയ ഡിസൈൻസിൽ ഒന്നോ രണ്ടോ പീസ് ഇങ്ങനെ അധികമായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ വിചാരിച്ചു അത് ഇയർ എൻഡ് സെയിൽ എന്ന പോലെ മാക്സിമം നമ്മുടെ മാർജിനൂടെ പിടിച്ചിട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസാണ്. അപ്പം ആ ഒരു നോക്കിയിട്ട് അങ്ങനെ ഇട്ടതാണ്. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുമല്ലേ, പബ്ലിക്കായിട്ട് സ്റ്റോളൊക്കെ ഇട്ട് എല്ലാവരും ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പബ്ലിക്കായിട്ട് റോഡിലിറങ്ങി അത് പക്ഷേ അത്ര നാണക്കേടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എക്സിബിഷൻ ആണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എക്സിബിഷൻ എനിക്ക് ഇപ്പം ഞാൻ തിരുവല്ലയിൽ സെയാന്ന് പറഞ്ഞൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നേ. അത് പക്ഷേ ഞാൻ പോയില്ല. ജസ്റ്റ് അവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. കാരണം ഈ വെതർ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് രാവിലെയൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചാൽ കുറച്ച് പ്രശ്നമാണ്. മീൻസ് ഈ തണുപ്പ് വരുമ്പോഴത്തേക്കും എൻ്റെ മൂക്കങ്ങ് അടയും. അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു സംഭവവികാസമാണ്. നേരത്തെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മൂക്കിങ്ങനെ അടയും. പിന്നെ ഞാൻ ഓവറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണോ അതോ ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കങ്ങനെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നെണ്ണം നമുക്ക് ഇന്ന് വന്ന ഓർഡറാട്ടോ. പിന്നെ രാവിലെ ആണെങ്കിൽ ദോശയും ചമ്മന്തിയല്ല, എനിക്ക് ദോശയും തക്കാളി ചമ്മന്തിയാട്ടോ ഇഷ്ടം. ഇത് മീൻകറി മറ്റേ കിളിമീനാട്ടോ ഇത്. പിന്നെ ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ ഇന്ന്. ഈ സിറ്റി ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല ചാൻസസ് കിട്ടും. ഞാനൊക്കെ ആണെങ്കിൽ ഈ പത്തനംതിട്ട വടശ്ശേരിക്കര എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളിലേക്ക് ഈ പ്രദേശം കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പം ഞാനിതെല്ലാം പൊക്കി എടുത്തുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലപ്പോഴൊക്കെ വർഷത്തിലൊരിക്കലാണ് ഞാൻ ഈ എക്സിബിഷൻ പോകുന്നത് തന്നെ, സെലക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെയൊക്കെ ഏരിയകളൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ട്രെയിനൊക്കെ കയറണമെങ്കിലും ചെങ്ങന്നൂർ വരെ പോകണം. അപ്പം അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ഈ ട്രാവൽ ചെയ്യാതിരുന്ന് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തലയങ്ങ് ഓൾമോസ്റ്റ് വല്ലാതങ്ങാവും. അപ്പം ഞാൻ ഹെൽത്തൂടൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. മീൻസ് ചത്ത് കിടന്ന് നമ്മളങ്ങനെ പണിയെടുക്കാറില്ല. മീൻസ് ഞാനിങ്ങനെ വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും ഓണമോ ഇനി ഓണത്തിൻ്റെ സമയത്ത് പോകാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വോൾസെയിൽ നേരത്തെ എനിക്ക് ചെറിയ രീതിയിലുണ്ടായിരുന്നു. ഇപ്പം ഇനി അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട്. അതൊക്കെ എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്കത് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കണം, അതാണല്ലോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സെൽഫിഷ് മൈൻഡായിട്ട് മീൻസ് ബിസിനസ് മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റിലോട്ടായിട്ടില്ല. ആവണം. കാരണം അങ്ങനെ ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ടൈമിലൊക്കെ നമ്മളെ യൂസ് ചെയ്യപ്പെടും. അതൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റോട് മീൻസ് അങ്ങ് പണത്തോടങ്ങ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആ ഒരു
ലെവലിലൂടെ നോക്കിയിട്ടുള്ളൊരു റേറ്റും കാര്യങ്ങളും ഒക്കെ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് പ്രൈസ് കുറച്ചിട്ടും ഒത്തിരി അങ്ങ് പ്രൈസ് കൂട്ടിയും വിൽക്കാതെ ഒരു സേഫ് മാർജിൻ എന്നുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഹാൻഡ് മെയ്ഡ് ഐറ്റങ്ങൾക്കൊക്കെ നമുക്ക് എത്ര റേറ്റ് വേണേലും ഇടാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമേഴ്സ് നല്ല റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ എപ്പോഴും പിടിക്കേണ്ടത്. അല്ലാതെ വൺ ടൈം കസ്റ്റമർ ആകാതെ അതെനിക്ക് കുറേ പേര് ഇപ്പം വരുന്നുണ്ട് കേട്ടോ, റെഗുലർ ആയിട്ടുള്ളവർ. അതെനിക്കറിയില്ല, അത് കുറേ നാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മീൻസ് ഐറ്റംസ് വാങ്ങിച്ച ഒരേ കസ്റ്റമർ തന്നെയും പിന്നെയും വരുന്നുണ്ട്. ആക്ച്വലി അതാണ് നമുക്ക് വേണ്ടത്. ഈ വൺ ടൈം കസ്റ്റമേഴ്സും വേണം. അതുപോലെ തന്നെ റെഗുലറായിട്ട് വരുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ബിസിനസ് പിടിച്ചു നിന്ന് പോകത്തുള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ട്രസ്റ്റിൽ നിൽക്കുക. അവരുടെ പൈസ പോവത്തില്ലെന്നുള്ള രീതിയിൽ ആ ഒരു ട്രസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല. അതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ മാക്സിമം അവർ പറയുന്ന മെസ്സേജിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക, കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക. ആവശ്യമുള്ള കമൻസിന് മാത്രം നമ്മൾ റിപ്ലൈ കൊടുത്താൽ മതി. ആവശ്യമില്ലാത്ത കമൻസിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും റിപ്ലൈ കൊടുത്താൽ മാത്രം മതി. മീൻസ് ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കമൻസും റിപ്ലൈയും മാത്രം നമ്മൾ കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്കിതിൽ നിന്ന് ഇത്ര എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അത്രയൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് സാധനമൊക്കെ എടുക്കുകയാണെങ്കിലും റോ മെറ്റീരിയൽസ് ആണെങ്കിലും എന്തുവാണെങ്കിലും ക്വാളിറ്റി വൈസ് എല്ലാം ചെക്ക് ചെയ്യുക. ഞാൻ തന്നെ ഇപ്പോഴാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നതും ഒക്കെ. ചിലപ്പം നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തൊന്നും ഇല്ലായിരിക്കും. പക്ഷേ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ അൺനോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി വരുന്ന കസ്റ്റമേഴ്സ് പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഓരോ വീഡിയോയിലായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയാം. ബൈ.